ഈ പുള്ളി ഉണ്ടല്ലോ ശരിക്കും ഒരു ആരോഗ്യ സുരക്ഷാ ഭീഷണി മന്ത്രി തന്നെയാണ്, മനസ്സിലായോ? ആരോഗ്യത്തിനൊരു ഭീഷണിയാണ് അത് പറയുന്നത് കേട്ടോ. മിൽമ നെയ് ക്രമക്കേട് ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല. കലർപ്പ് ചേർന്ന നെയ് വിഗ്രഹത്തിന് ദോഷമായി ഭവിക്കും. വിഗ്രഹം എന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? എന്തല്ലേ, ഏത് വിഗ്രഹമാണെന്ന് പറയണം, അതെ സ്പെസിഫൈ ചെയ്യണം. ഏത് വിഗ്രഹത്തിനാണ് ഭവിക്കുന്നത്? ചെമ്പ് വിഗ്രഹം, സ്വർണ്ണ വിഗ്രഹം, കല്ല് വിഗ്രഹം, തടി വിഗ്രഹം, പിന്നെന്ത് വിഗ്രഹങ്ങളാണ്? ഇറച്ചി വിഗ്രഹം. ഇറച്ചി വിഗ്രഹത്തിനെ ബാധിക്കുന്ന ഇയാക്കേ സർജറി അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സർജറി അതിനെന്താ അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്താൽ പോരെ? വെടല എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വെടല അവർക്കിട്ട് വരുമ്പോൾ ജനറേറ്റർ മേടിച്ചു വെക്കണം, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യണം. വിഗ്രഹത്തിന് ഭവിക്കുമെന്ന് നെയ്യ് ഒഴിച്ച അതും എന്തോ മിൽമ നെയ് ക്രമക്കേട്. എന്താ അറിയോ, ഈ ഇപ്പൊ നമ്മൾ കഴിച്ചാൽ നമുക്ക് പ്രശ്നമാവുമല്ലോ. ഈ ഇതിനകത്ത് ണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ വിഗ്രഹങ്ങളുടെ അടുത്തോട്ട് പോകുന്നത്. വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ നല്ല നെയ്യ് ഒഴിക്കുക, അത് നിങ്ങൾ മറ്റേ കുഴപ്പമുള്ള നെയ്യ് കഴിക്കുക. അത് നല്ല വിഗ്രഹത്തിൽ നല്ല മനസ്സുള്ള നല്ല പുതിയ മനസ്സുള്ളവര് ഒഴിക്കുന്ന പുതിയ നെയ്യ് ഒഴിപ്പിച്ച് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് അതിന്റെ ബെനിഫിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അതേസമയം വിഗ്രഹത്തിനും വിഗ്രഹം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ആളൊന്നുമല്ല. സാധനം തെറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി വരും, ദോഷമായി ഭവിക്കും. അപ്പൊ അത് ആ വിഗ്രഹത്തിന് എന്തിനാ ആ നെയ്യ് ഒഴിക്കുന്നപ്പോ? അവർ കഴിക്കാതെ ഈ വിഗ്രഹം ഇത് തിന്നും, അവർക്ക് ദഹനക്കേട് വരും. അപ്പൊ ടൂറോ വിഗ്രഹം? പ്രശ്നമാവും. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായാൽ ഈ വരുന്നവർക്ക് ഗുണം ഉണ്ടാവില്ല. പാവം വിഗ്രഹം. ഇതിന്റെ വേറൊരു വേർഷൻ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിന്റെ വേറൊരു വേർഷൻ നമ്മള് നോർത്തിൽ കണ്ടത്, വിഗ്രഹത്തെ വന്ന് പരിശോധിക്കുന്നത് ദൈവത്തെ ഡോക്ടർ വന്നിട്ട് അതുപോലെ സംഭവിച്ചത് അവിടെ. ആരോഗ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയല്ലേ ഇതുപോലെ പ്രശ്നമായിടോ, ഈ പറഞ്ഞ പോലെ കുഴപ്പമുള്ള നെയ്യൊഴിച്ചു പ്രശ്നമായിട്ടാണ് അന്ന് ഡോക്ടർ വന്ന് അവിടെ ചെക്ക് പറഞ്ഞാലെന്നറിയോ? ആരോഗ്യ സുരക്ഷാ മന്ത്രി. ഇപ്പൊ നമ്മള് സാധനം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷാ ഭീഷണി മന്ത്രി എന്നായി. അനാരോഗ്യ മന്ത്രി, അനാരോഗ്യ സുരക്ഷാ മന്ത്രി, അനാരോഗ്യ വകുപ്പ് മന്ത്രി. എടോ ഉള്ളൊരു കൺസേൺ നോക്കി. എടോ ഇതുവരെ എവിടെയെങ്കിലും ഒരു ആരോഗ്യ സുരക്ഷാ മന്ത്രി പ്രതിമകളുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ആ കളർ വരെ ഇഷ്ടമായി. ചിന്തിച്ചിട്ടുണ്ടോ? കറക്റ്റ് കളറ് ഇവിടത്തേക്കുവാ. ജനം ടി വി ആണോ അല്ല റിപ്പോർട്ടർ ആണല്ലോ? അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും ഉണ്ട് കൊടുത്തു, നൈസായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല ശരിക്കും മുരളീധരൻ ഒത്തിരി പ്രായമായില്ലേടോ? ശരിക്കും ഒത്തിരി വയസ്സൊക്കെ കാണത്തില്ല ഇപ്പൊ, എന്നിട്ട് എന്താ വിവരം വെക്കാത്ത? അയ്യോ വയസ്സാകുമ്പോ ബ്രെയിൻ ചെയ്യും, ബ്രെയിൻ റോട്ടൺ. അത് പറ്റിയതാണോ? അത് പറ്റിയതാ. പക്ഷെ പണ്ട് ഇതുപോലത്തെ കാര്യങ്ങളാണോ? ഇന്റർനെറ്റിലല്ലോ, അപ്പൊ അധികം പേര് കേൾക്കത്തില്ലായിരിക്കും. ജന്മനാ റോട്ടണ ആയിരിക്കും. ഇതിനെയൊക്കെ പിടിച്ച ആരുടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഇരുത്തുന്നേ? കോമഡി പറയാനോ? എല്ലാം കോമഡിയാണോ? വന്നതും പോയതും എല്ലാം കോമഡി. ഇത് ഈ മമ്മൂട്ടിയുടെ മോനൊക്കെ പോലത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ച ആളാണോ? അതാ മമ്മൂട്ടിയുടെ മോൻ, മോഹൻലാലിന്റെ മോൻ, കരുണാകരന്റെ മോൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ പക്ഷെ അല്ല, ആളുടെ കയ്യിൽ നമ്പറൊക്കെ ഉണ്ട്, ഇല്ല അത്യാവശ്യം സർക്കാസൊക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ ആർക്കാണ് പറയാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നു ഈ പറച്ചിലൊന്നും ഉണ്ടല്ലോ, ഇതൊന്നും ഭയങ്കര നിഷ്കളങ്കമായിട്ട് കാരണം ഇയാൾ പറയുന്നതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ പറയുന്നത് ആരെ ടാർഗറ്റ് ചെയ്താണ്, ആരുടെ വോട്ടിനാണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. സ്ട്രാറ്റജി കമന്റ് വായിച്ചു നോക്കാം. വിഗ്രഹം പോയാലേ പ്രശ്നമുള്ളൂ, മനുഷ്യർക്ക് പ്രശ്നമില്ല. എന്ത് വാഴയാടെ ഇവന്മാരൊക്കെ. സ്വന്തമായി നെയ്യിൽ മായം പോലും മാറ്റാൻ കഴിവില്ലാത്ത ദൈവം. അതാണ് ശരി കേട്ടോ. ദൈവത്തിന് അത് മാറ്റാൻ പറ്റുന്നില്ല, പിന്നെ അതിനോട് പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലടേ. വിഗ്രഹം പോകുമെന്നാണ് മന്ത്രിയുടെ പേടി, അല്ലാതെ ജനങ്ങളുടെ ആരോഗ്യമല്ല. ഒരു ഡോക്ടറെ കൂടി നിയമിക്കും സാർ. വിഗ്രഹത്തിന് വല്ല ശ്വാസം മുട്ടലോ നെഞ്ചുവേദനയോ വയറിളക്കം ഛർദി അലർജി വന്നാലോ കേടായ നെയ്യ് ഉപയോഗിച്ച് അതിന് മരുന്ന് കൊടുത്താൽ പോലും ഇയാൾ ആരോഗ്യ സുരക്ഷ കൊണ്ടൊരു മരുന്ന് കൊടുക്കണം. വയറിളവാണ് മറ്റേ കൊടുക്കും, ലോകോട്ട് കൊടുത്താൽ. ഈ കിങ്ങിണി മേനോനോട് എന്താ പയ്യാ തറവാടിത്തം കെങ്കേമം, നിന്റെ കുറുമ്പ് ലേശം കുറയ്ക്കാവുന്നൊക്കെ അടിച്ചു കൊടുക്കും ആൾക്കാർ. ദൈവത്തിന്റെ വിഗ്രഹമല്ലേ, ഒരു നെയ്യ് തട്ടിയാലൊക്കെ കുഴപ്പം ഉണ്ടാകുമോ? ഇവിടെ മനുഷ്യർക്ക് വിലയില്ല. മനുഷ്യർക്ക് വിലയില്ലെന്നല്ല, സർജറി അരമണിക്കൂർ കഴിഞ്ഞ് നടത്തിയാലും മതി. പക്ഷെ നെയ്യ് ശ്രദ്ധിക്കാം. കാരണം എന്താ? ആരോഗ്യത്തെ ബാധിക്കും. മറ്റൊരു ആരോഗ്യത്തെ ബാധിക്കത്തില്ല. ആളതൊരു മരിച്ചു പൊക്കോളും. സർജറിയൊക്കെ അരമണിക്കൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർജറി എന്ത് ചെയ്യുന്നു? അവിടെ ആരെങ്കിലും ചോദിച്ചിരുന്ന ആര് പറഞ്ഞ് അതവിടെ നിർത്തി വെച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരണം. കാരണം ഇയാൾ വർക്ക്ഷോപ്പിലേക്കല്ലേ പോയിട്ടുള്ളൂ. ഇയാളും ഈ സർജറി ചെയ്യാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് മരിച്ചിട്ടൊന്നുമില്ലോ.
ആള് വെയിറ്റ് ചെയ്യട്ടെ. ഇവിടെ എല്ലാം ക്യൂലെന്നാണ് പരിപാടി. അങ്ങനെയൊക്കെ വേണമെന്നാ പുള്ളി പറയുന്നത്. അല്ലെങ്കിൽ 5-10 കൊടുത്താണ് കേറി പോണോന്ന് മനസ്സിലാവട്ടോ. ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിലേക്കാണ് ആ പുള്ളിക്ക് എന്തെങ്കിലും വല്ല 500 കൊടുത്തിട്ടാണ് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചെയ്തു തരും. ഇവിടുത്തെ സംവിധാനമൊക്കെ അങ്ങനെയാണല്ലോ. 500 കടന്നോ. നെയ്യ് ഒഴിക്കുമ്പോ വിഗ്രഹത്തിന് എന്താ കേട് വരുന്ന അറിയാമോ? കേരളത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ടീമേ കേട്ടോ, ഇവിടെ വണ്ടി ഓടിച്ചു നടന്ന ഒരു ടീം ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് പോവാ. അപ്പൊ ഇവിടെ ഈ പോലീസുകാരെ പിടുത്തോളോ, എവിടെ ചെന്നാൽ ഏത് മുക്കിലും മൂലയിലും വളവിലും പോലീസുകാരൊന്നും പിടിക്കുമല്ലോ. പിടിച്ചെടുത്ത് ഈ ഊതിക്കലും പിടിക്കലും കാശ് പിടിക്കലോ. അപ്പൊ ഇവർക്കിത് അറിയില്ല. ഇവരിത് ഇവിടുന്ന് പഠിച്ചിട്ട് നേരെ തമിഴ്നാട്ടിലോട്ട് പോവാണ് കേട്ടാ. തമിഴ്നാട്ടില് പോണ വഴിക്ക് അപ്പൊ പറയണ, എടാ നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കേ അവിടെ ആനയുണ്ട്, ആനയുള്ളൊരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരുത്തം പറഞ്ഞു അതുപോലെ 10-500 കൊടുത്താണ് പോവാന്ന്. ആനയുള്ള ഏരിയ കൊടുത്ത് പഠിച്ചു പോയേ. എല്ലായിടത്തും കൊടുക്കുക. ഇതാ പരിപാടി എന്ന് പറഞ്ഞു പോലെ. ശ്രീ മുരളീധര ധര, താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വന്ന് പറയാതെ കൊച്ചു പിള്ളേരെക്കാൾ പൊട്ടനാവരുത്. BJP സംഘികൾക്കുള്ള പോസ്റ്റ് അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുരളീധരൻ. ഞാൻ പറഞ്ഞത് അത് വേറെ എവിടെയെങ്കിലും വാട്സാപ്പ് വഴി ചെതറക്കി മുരളി അവരുടെ ഗ്രൂപ്പിൽ കിട്ടും. വേറൊരു കാര്യമുണ്ട്, ഇത് ഹിന്ദി എഴുതി വിടണം. ഇവിടുത്തെ സംഖ്യകൾക്കുള്ള അല്ലല്ല, നോർത്ത് മൊത്തം അടിച്ചു കേട്ടിട്ട് നോർത്തിലാണെങ്കിൽ ഇയാള് ഭയങ്കര വലിയ സ്കീമായി പോയത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. അങ്ങനെയാണെങ്കിൽ ഇയാള് BJP അനുകൂല പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കമന്റ് നടത്തി എന്ന് പറഞ്ഞ് ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. നോർത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടുത്തെ ഈ നാറികൾക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി ഗോമൂത്രം കുടിക്കത്തില്ല, സോണിയാഗാന്ധിയോ ഞാൻ വീട്ടിൽ പോയി കുടിക്കണമെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ ഇവരായതുകൊണ്ട് ഇവരൊക്കെയുള്ള ആൾക്കാര് മറ്റേ പുറത്ത് കാണിക്കുന്നത് വീട്ടിൽ തന്നെ പശുവാണ്. അകത്ത് പശു വീടിനകത്തുണ്ട്. അകത്ത് പശുവും ചാണകവും മൂത്രമൊക്കെ പറയാൻ പറ്റില്ല. ഒരു സാധനം കണ്ടോ, ഇപ്പൊ എവിടെ എന്തോ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് നോർത്തില്, എന്തോ ഒരു ഉത്സവം കണ്ട. അവിടെ എത്ര ലിറ്റർ കണക്കിന് 1000 ലിറ്റർ കണക്കിന് മൂത്രം ഇതിനകത്താ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചേക്കും ആൾക്കാര്. എന്ത് ഗോമൂത്രം അല്ല, ആൾക്കാരുടെ മൂത്രം. എനിക്കറിയത്തില്ല, അവിടെ ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, തറ ഒഴിക്കാൻ പറ്റാത്ത കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചേക്കോ, അടച്ചു വെച്ചേക്കുവാന്ന്. ഇതെല്ലാം കൂടി ഇനി അത് മാറ്റണം. എന്താ അവസ്ഥ? അതെല്ലാം ഗംഗയിൽ ഒഴിച്ചാൽ പോരെ. കുപ്പിയും ഗംഗ വേസ്റ്റ് കളയാനുള്ളതല്ലോ, അറിയത്തില്ലേ? പുണ്യ നദി എന്ന്, പണ്യ നദി എന്നാ പറയുന്നത് എല്ലാരും കൂടെ. പുണ്യ തീർത്ഥം, പുണ്യ തീർത്ഥം. ചെളി എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് ഞാൻ കാണിക്കാം. ഈ മരിക്കാൻ കിടക്കുന്നവർ മോക്ഷം കിട്ടാൻ ഇതിനകത്ത് വെള്ളം കൊണ്ട് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇന്ത്യയുടെ ആൾക്കാരാണ് ഭാരത് മാതാക്കി ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ടേ ഇന്ത്യനെ മൂഞ്ചിച്ചു മൊത്തത്തില്. ഇത് ഒന്ന് സൂം ചെയ്യണേ. ഇത് കണ്ടോ, വെള്ളം കണ്ടോ? ഇത് ഭക്തി മൂത്തിട്ട് ആൾക്കാർ പോയി കിടക്കുന്ന വെള്ളമാണ്. കളർ കണ്ടോ? ചെളി വെള്ളം, തീട്ടവും മൂത്രവും ഓടയും സകല വേസ്റ്റും ശവവും എല്ലാം കൂടെ ഒഴുക്കുന്ന വെള്ളം ഈ ഗംഗ. ലോകത്തെ ഏറ്റവും മലിനമായ നദി ഗംഗ. അതാണ് ആ നദി. ഈ ഇന്ത്യയിലെ ഏത് നദി എടുത്താലും ഏറ്റവും മലിനമായ നദികളിൽ ടോപ്പായിരിക്കും. ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ, എന്റെ അളിയ ഇതൊന്ന് കാണും എവിടെയാണ്. അങ്ങനെ ഒരു പേജ് ഉണ്ടാക്കാം. ഇവിടുത്തെ സാധനം വേറെ ഇത് കണ്ടോ? സ്വിറ്റ്സർലൻഡില്ല വെള്ളം കണ്ടോ? അതിനകത്ത് ആൾക്കാർ ചാടി ഒഴുക്കിക്കൂടെ വെറുതെ നീന്തി കളിക്കാൻ പോയല്ലോ. ആ വെള്ളം കണ്ടോ താൻ? നോക്കടോ. ഇവിടെ ഈ വെള്ളം ഉണ്ട്, ഇവർക്ക് കുടിക്കാം നമ്മുടെ ആൾക്കാർക്ക്. ഇവിടെ ടാപ്പി വരുന്ന വെള്ളം ഇതിന് ഇങ്ങനെയൊക്കെ മോശമായിരിക്കും ചിലപ്പോൾ. കാരണം ആ ചെളിവെള്ളം എത്ര ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ആക്കുന്നത്. കണ്ടോ? ഇതൊന്ന് സ്വിറ്റ്സർലൻഡ്. ഞാനിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കരുത്, എന്തൊരു കഷ്ടമായി പോയി ഇവിടെ നിന്നാൽ നമ്മളിത് ചെയ്തല്ലോ എന്നൊക്കെ കരുതി. എന്താണ്ട് വേറൊരു വെള്ളം ഇത് കണ്ടോണേ, ചാടാൻ പോവാ. ആ വെള്ളം കണ്ടോടോ? കാണത്തില്ല. എല്ലായിടത്തും ഈ വെള്ളം ഇങ്ങനെയാന്നേ, നല്ല നീറ്റാ. ഇത് വേറെ എവിടെയാ? ഇതെവിടെയാ? അതെവിടെയാന്ന് മനസ്സിലാവുന്നില്ല. ഇത് വേറെ തന്നെ ചുമ്മാ കോമഡി കാണിക്കുന്നത്. പക്ഷെ അവിടെയും വെള്ളം കണ്ടോ? ഇത് തായ്ലൻഡ് എങ്ങാണ്ടാ. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടും നമ്മുടെ അടുത്ത് വെള്ളം. ഈ തീട്ട വെള്ളം മറ്റേ വെള്ളമാണെന്നാ പറയുന്നത്, പുണ്യ വെള്ളമാണ്. പുണ്യ തീട്ടമാ. അതിനകത്ത് ഊളകള് അതിനകത്തോണ്ട് ഒഴുക്ക്. അതൊക്കെ കൂടെ അതിനകത്തൊക്കെ ചാടിക്കോ, വരണ്ട. പക്ഷെ മറ്റേ നെയ്യ് ശ്രദ്ധിക്കണം കേട്ടോ. നെയ്യ് ശ്രദ്ധിക്കണം. കുടിക്കുന്ന വെള്ളം ശരിയല്ല, വായു ശരിയല്ല, ആഹാരത്തിലൊക്കെ വിഷമാണ്, മാലിന്യമാണെന്നൊക്കെ പറയുന്നു. പലതരം പകർച്ചവ്യാധികൾ, കൊതുകെന്നൊക്കെ പറഞ്ഞാൽ എന്തോരമാണെന്ന് കൊതുകിന് പോലും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാതായി. കൊതുകിനെ കുത്താൻ തുടങ്ങി. അപ്പോഴും മൊണ്ണ ഇരുന്നുകൊണ്ട് പറയുക ഓരോ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഇരുന്നു എന്തൊക്കെയാ പറയുന്നത് ഈ മൊണ്ണകൾക്ക് അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഇവിടുത്തെ സകല മൊണ്ണകളെ ഉണ്ടല്ലോ, ഇതിലെല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ പറയാലോ, ഈ ഇരിക്കുന്ന എനിക്ക് മരിക്കാൻ കുറെ പേര് സിനിമയിലും പൊളിറ്റിക്സിലും ഉണ്ട്. ഇത്രയെണ്ണം ചത്തു തൊലഞ്ഞാലേ രക്ഷയുള്ളൂ.
അല്ലാതെ ഇവന്മാർ ഇറങ്ങത്തുമില്ല, മാറത്തുമില്ല, അടിച്ചമർത്തി ഒതുക്കിയും ചവിട്ടിത്താത്തി ഇങ്ങനെ ഇരിക്കും. ഇവര് മരിക്കണം, ഈ കിളവന്മാരെല്ലാം മരിക്കണം, ഒരാൾ പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. ആ അത്രയും കിളവന്മാരും മരിച്ചു കഴിയുമ്പോ ഒരു സംഭവം നടക്കും. അടുത്ത ജനറേഷൻ വരുന്ന പൊട്ടന്മാരുണ്ട്, പക്ഷെ ഈ ഗ്യാപ്പില്ലേ, ആരാ ഇവന്മാര് മരിക്കുമ്പോ ഒരാൾ വരുമല്ലോ, അവര് ചിലപ്പോൾ ബെറ്റർ ആവാൻ ചാൻസ്. ഇപ്പൊ ഓൾറെഡി കയറി ഇരിക്കുന്നത് ഇവന്മാരുടെ സിംഗിരികളാണ്, ഈ മാങ്കൂട്ടവും തേങ്കൂട്ടവും എന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നൊക്കെ ആ ഒരു ടോണാണ്. അതിന്റെയൊക്കെ പ്രവൃത്തി കണ്ടാ അറിയാം. മറ്റേ എന്തോ വരുന്നുണ്ടല്ലോ, വിശ്വനാഥോ കോൺഗ്രസിലെങ്ങാണ്ട് വിഷ്ണുനാഥ്, അതൊക്കെ കണക്കാ. അന്ന് ആ കോക്രോച്ച് ബൽറാം കോക്രോച്ച് പാർട്ടിയുടെ പരിപാടിക്ക് ഓടിയത് കണ്ടോ? അങ്ങ് ഓടി അങ്ങനെ തന്നെ പോലീസുകാരുടെ വണ്ടിയിലോട്ടും കയറും. എന്തിനാ പോകുന്നത്? വിദ്യാർത്ഥികൾ ഭയങ്കര പ്രശ്നത്തിലാണ്. എനിക്കറിയത്തില്ല ഇവരൊക്കെ എന്തിനാ പോയെന്ന്. അതായത് സിസ്റ്റത്തിനെതിരെ സമരം ചെയ്ത് സിസ്റ്റം അറസ്റ്റ് ചെയ്തു എന്നൊക്കെ റെക്കോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാനാണ്. അതിനാ പോകുന്നത്. സമരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെങ്കിലും സത്യം ഒരു സമരം ചെയ്യുന്നതുകൊണ്ട് അനക്കാന്ന് പറഞ്ഞൊരു പെങ്കൊച്ചു അവിടെ കിടന്ന് സമരം ചെയ്യുന്നുണ്ട്. അവളൊരു ദളിത് പെങ്കൊച്ചു. അവൾക്ക് അവളുടെ കാര്യം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി അവളുടെ റിസർച്ച് നടത്തിയതിന്റെ പേപ്പേഴ്സ് ഒന്നും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവളെ കിടന്ന് കരയുന്നുണ്ട്. അതൊന്നും നിരാഹാര സമരം കണ്ടിട്ടില്ല. റോബിൻ ആർക്കും അറിയില്ല. ഡോക്ടർ റോബിനോട് പറയാൻ പറ. ഡോക്ടർ റോബിൻ അവനാകുമ്പോ നല്ല ഓടിക്കോളും. അതുമല്ല ആളിയാ ടോപ്പ് കക്ഷിയുണ്ട്. ടെൽ ദിസ് ടു ദാറ്റ് this person of the SFI of the person, the person in the Delhi talking in the Delhi Rahim, he's a nice guy. Nice, he will bring the solution. He can bring the solution from Delhi to Kerala. Speak English and talk English. No, he is also talking. Walking in English, talking in English, walking in the moonlight and thinking of you. So he is the very best person of this problem solving in all of the CPM. CPM is the best. CPM is the best party of the Kerala and West Bengal and Tripura, Agartala and Kerala. And that will be the only one person, okay? അത് LJP അല്ലേ? അല്ല, LJP റഹീമിന്റെ ഈ എടുത്തിടാൻ കൊള്ളാം അല്ലേ? രണ്ടുകൂടെ AJP, LJP. And this person is a big person, you know. He don't fear. He don't fear really. No, you know. അതൊക്കെ എവിടെ വെച്ചാൽ മതി. ഇതൊക്കെ എന്താണ്? പിണറായിയെ കണ്ടങ്ങ് ഫാനായി പോയി. മോഹൻലാലിന്റെ ഫാൻസ് ചാറ്റി നടക്കുന്ന പോലാണ് ഇവന്മാര്. വേണ്ട, മറ്റേതാണ് മറിച്ചാണ്. എന്റെ ആളിയാ കേട്ടറിയാം. ഞാൻ നോക്കിയപ്പോ എറണാകുളത്തുള്ള ഒരു സഖാവ് കണ്ണൂര് ഭാഷ സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ മാറി ഈ സംസാരം മാറി കഴിയുമ്പോ എങ്ങനെയാണ് പോണത്? അത് വേണമെങ്കിൽ കണ്ടന്റായിട്ട് ചെയ്യാം. പാർട്ടിക്കാരൻ എറണാകുളത്തെ CPM രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് ഇപ്പൊ എനക്ക് പറയാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനം പറഞ്ഞിട്ടേ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചുള്ളൂ. ഈ ടോണില് മാറിയിട്ട് പോണ്ടേ കല്യാണത്തിന് പോറായില്ലേ യോ ഇങ്ങനെ ഒരു ട്രെൻഡ്. ഈ പിണറായി ഒരു മോഹൻലാലാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിണറായി വിജയൻ അല്ല, മോഹൻലാൽ പിണറായി വിജയൻ ആണ്. ശരിയാകട്ടെ. പിണറായി വിജയന്റെ അത്രേ പോരാ. പിണറായി വിജയനെ അനുകരിക്കാൻ നോക്കുന്നവർ ഇവരെല്ലാം എല്ലാരും പാലായില്ല പുതുപ്പള്ളിയിൽ ഇരുന്നോണ്ട് ഈ ഡയലോഗ് ഈ ടോണിൽ സംസാരിക്കും. സിപിഎമ്മിന്റെ ഒരു മറ്റേ ഇതാണ്, എന്താണ് ഈ എന്ത് പറയല്ലോ ഈ ഇങ്ങനെ പോരാളി ഇങ്ങനെ ഫൈറ്റർ എന്ന് പറയുന്ന സാധനല്ലേ, ബോംബ് സെൽഫ് പൊട്ടിത്തെറിക്കാൻ ഇത് എന്താ പറയാ ചാവേറാണ് ആക്ച്വലി. എന്താ സംഭവം അറിയാം, ഇയാളെ എങ്ങോട്ട് വേണമെങ്കിലും വിടാം CPM. ഈ ജയിക്കിനെ എന്തോ സംസ്ഥാന കമ്മിറ്റിയുടെ നാട് ഭാരവാഹിയൊക്കെ കേട്ട് ഇരുത്തിയിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഇയാളെ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിപ്പിക്കും എല്ലാ തവണയും. ഇപ്പൊ വന്ന കാലം മുതൽ ഉമ്മൻചാണ്ടി അതൊരു ഉക്ക. അത് അതിനകത്തൊരു സാധനം ഉണ്ട്. തനിക്കൊരു കാര്യം മനസ്സിലായി, ഉമ്മൻചാണ്ടിക്ക് ഒരു പണിയാ CPM. അയാളവിടെ ജയിക്കും, ഉമ്മൻചാണ്ടി അവിടെ ജയിക്കും. CPM ഉമ്മൻചാണ്ടിക്കെതിരെ ജയിക്കില്ല. ഒരിക്കലും ജയിക്കുന്നേ പറയത്തുള്ളൂ, പക്ഷെ ജയിക്കത്തില്ല. ജയിക്കടാ. ഇവിടെ ഉമ്മൻചാണ്ടി മോൻ വന്ന പുള്ളി പോയി വിട്ട് ഉമ്മൻചാണ്ടിക്കുള്ള പണിയാ. പുള്ളി പോയതല്ല ഇത്, പാർട്ടി ഉമ്മൻചാണ്ടിയുടെ മോനും ഇവനും കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കഥ ചിലപ്പോ കുറച്ച് മാറും. അതുകൊണ്ടാണ് വിട്ടത്. അതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചു. അത് CPM ആണോ തീരുമാനിക്കുന്നത്? CPM തീരുമാനിച്ചു ആ സീറ്റ് കോൺഗ്രസിന് തന്നെ ഇരുന്നോട്ടെ. CPM പാർട്ടി കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സീറ്റ്. പക്ഷെ എന്നാൽ ഈ ജയിക്ക് ഇങ്ങനെ അവിടെ ഇരുന്നോണ്ട് ഈ ഭാഷ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാത്ത. മറ്റേ SFIയുടെ രൂപമുണ്ട് ഇവർക്കെല്ലാം. ഒരു SFI അങ്ങനല്ല, SFI ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത്. SFI എന്ന് അങ്ങനല്ലോ. ഇവര് ഈ ചർച്ച തർക്കം വരും.
തർക്കം വരുമ്പോൾ SFI എന്ന് പറയുമ്പോൾ പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ഐറ്റം വരും. അത് ഒരു കോമൺ പരിപാടിയാ. ഈ SFI പഠിച്ചു വരുന്ന പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസം അതില്ല. അതൊന്നും നടക്കത്തില്ല. വെറുതെ ഇങ്ങനെ കണകണ പറയാൻ കൊള്ളാം. അത് പാർട്ടി ഭരിക്കുന്ന ഇമാർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. ഭരിക്കുന്നില്ല. ഭരിക്കുന്നില്ല. രക്തസാക്ഷി ഭരിക്കുന്നില്ല. രക്തസാക്ഷി ഭരിച്ചില്ലെന്ന്. അയ്യോ, എന്തൊക്കെയാണ് ഇവർ കാണിച്ചോണ്ട് രക്തസാക്ഷിയായത്? അതെ, മരിച്ചില്ലേ, പിന്നെ എന്തിനാ രക്തസാക്ഷി എന്ന് പറയുന്നത്? രക്തം അതിലെ ഒഴുകുന്നതിന് സാക്ഷ്യം സാക്ഷ്യം വഹിച്ചവരാണ് രക്തസാക്ഷി എന്ന് പറയുന്നത്. എന്തൊരു അവസ്ഥയാണ് ഒരു സമയത്ത്. അയ്യോ, ഒരു ചുമ്മാ ഒന്ന് ആലോചിക്കണം. അതായത് ഈ രക്തസാക്ഷികൾ ഒരു സമയത്തൊക്കെ ആ രക്തസാക്ഷി തന്നെയാ. അല്ല, ഇല്ല, എന്നിട്ട് പിന്നെ പ്രശ്നം എന്താ പറയാ, രക്തസാക്ഷിയൊക്കെയാണ്. പക്ഷെ ഇവര് അത് കഴിഞ്ഞിട്ട് പറയുന്ന ഡയലോഗാണ് എനിക്ക് അതിനകത്ത് പ്രശ്നം. ഇല്ല മരിക്കുന്നില്ലെന്ന്. മരിച്ചു കിടക്കുക 75 വെട്ടുണ്ട്. അവനെ നോക്കി പറയാ ഇല്ല ഇയാളുടെ മരണം പോലും ഇവര് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ശരിയല്ലേ? മരിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ കേസെടുക്കുന്നേ? ഈ രക്തസാക്ഷികൾക്കെതിരെ മരിച്ച രക്തസാക്ഷികളുണ്ടല്ലോ, ആ കൊന്നവരുണ്ടെങ്കിൽ അവരെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അവര് വന്ന് നിങ്ങളെ കൊല്ലോട്ടെ വെറുതെ. ഉറുമ്പുകൾ ഉറങ്ങാറില്ല, രക്തസാക്ഷി മരിക്കാറുമില്ല. എന്തൊക്കെയാ അല്ലേ ഡയലോഗ്സ്. എടോ, ഇത് ഒരു സമയത്ത് കറക്റ്റ് ആണ്. പക്ഷെ പിന്നെ ഇതിനകത്ത് പിന്നെ വന്നവന്മാരുണ്ടല്ലോ, എവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചിട്ട് ആരെങ്കിലും ഒക്കെ തമ്മിൽ തല്ലി ചാവുന്നതിനൊക്കെ പൊക്കിക്കൊണ്ട് വെറുതെ അങ്ങ് പറയും. ഇപ്പൊ ആർക്കും അറിയത്തില്ല പലരെയും രക്തസാക്ഷിയാണോ മറ്റേ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെയാ. പണ്ട് മറ്റേതും പറഞ്ഞില്ലായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനി. അതെ, എന്തുവാ സ്വാതന്ത്ര്യ സമര സേനാനി, സവർക്കർ സ്വാതന്ത്ര്യ സേനാനി. അയ്യോ, അത് ഭയങ്കര രസമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിമാരുണ്ട് അതൊരു കാലത്ത്. ഇപ്പൊ ഒന്നും കേൾക്കാനില്ല, കാരണം അതിന്റെ ഇത് കഴിഞ്ഞ ഔട്ട്ഡേറ്റ് ആയിപ്പോയി. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഇനി പിള്ളേരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നെഹ്റു ആരായിരുന്നു, ഞാൻ എന്നെ വേണോ, അത്രേ ഉള്ളൂ. അതിപ്പോൾ എന്ത് പറയാനാ? അതായത് ഇവരുടെ കഥകൾ ഔട്ട്ഡേറ്റഡ് ആയി, ഇനി എടുക്കില്ല. എല്ലാം കഴിഞ്ഞു. ഈ HFI സൂക്ഷിച്ചോ, HFI ഭയങ്കര ബോറായിക്കൊണ്ടിരിക്കുക. ഈ ഊളത്തിനും പറയരുത്. മര്യാദക്ക് ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാ, DYFIക്കാര് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു ധാരണ ഒരു പരിപാടി നടത്തുന്നു. അല്ല, അതായത് പുരോഗമിച്ച് വരികയായിരുന്നു. പ്രശ്നം ഉണ്ടാക്കി അതാണ് വീണ്ടും നോക്കിയപ്പോ മുണ്ടെടുത്തുണ്ട്. മുണ്ടെടുത്തില്ലേ ഇവർക്ക് രാഷ്ട്രീയം വരത്തില്ലേ? മുണ്ടെടുത്താലേ ഇവർക്ക് രാഷ്ട്രീയം. അല്ല, ഇവര് പാന്റ് എടുത്ത ഇവർ എന്തായി തീരും? പാന്റ് ഇട്ടത് മറ്റേ ഭൂഷയാവൂ. അതെ, പാന്റ് ഭൂഷയാവൂ. മുണ്ടും ഒരു ഷർട്ടും ഇട്ടാൽ മാത്രമേ പിന്നെ ഒരു പാർട്ടിക്കാരനാവാൻ പറ്റത്തുള്ളൂ. പാർട്ടിക്കാരന്റെ ഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭാവമുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, ടോൺ ഉണ്ട്, സ്ലാങ് ഉണ്ട്, ഡ്രസ് കോഡ് ഉണ്ട്, ഇതുണ്ട്. ലാൽ സലാം സഖാവി അതുകൊണ്ട് എന്താ പറയുന്നത്, അഭിസംബോധന ഉണ്ട്, എന്തെല്ലാം സാധനം, അഭിവാദ്യങ്ങള്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ബോഡി ലാംഗ്വേജ് കോമൺ. അത് വളരെ കോമൺ. ചിലരൊക്കെ സൗണ്ട് കൂടെ ചിലർക്ക് സാമ്യമാവുന്നുണ്ട്. എന്തൊരു ഇങ്ങനെ പിണറായി വിജയനായി മാറി. അതാണ് അവിടെയാണ് റഹീം. റഹീം അവിടെ ഉണ്ടായത്. റഹീമിനെ കാണുമ്പോൾ ഇപ്പൊ ആൾക്കാർ ചിരിക്കുക, ലുട്ടാപ്പിന്നൊക്കെ വിളിക്കുന്നത്. എന്തിനാണ് സ്വയം ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയ? ഒരു സമയം ശരിയാ, കറക്റ്റ് ആണ്. അത് തന്നെ അതേന്ന് വിടുന്നില്ലെന്ന്. എനിക്കത് ഏറ്റവും ഇഷ്ടം റഹീമിന്റെ പരിപാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, കഴിഞ്ഞ മന്ത്രിസഭയില് നമ്മുടെ നമുക്ക് BJP-ക്കാരെ കുറിച്ച് ഒന്നും പറയാനില്ല. ശിവൻകുട്ടി നടക്കുക, എന്തോ പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ ഇയാള് എന്തോ ഡയലോഗ് അടിച്ചു കഴിഞ്ഞപ്പോ ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പുള്ളിക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യണം. എന്താ വർക്ക് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു ശിവൻകുട്ടി കളിക്കണം. റഹീം പുറകിലെപ്പുണ്ട്. അപ്പൊ ഈ ഡയലോഗ് അടിക്കാനായിട്ട് റഹീം ദിഗ്ഗര ഒരു ചിരി സാധനം ഇട്ട് കിടന്ന സാധനം എടുത്തു. ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഇയാളുടെ അടുത്ത് പിന്നെ ചെല്ലാന്ന് ഞാൻ ആലോചിക്കണേ. ഡീലിംഗ് എന്ന് എനിക്ക് മനസ്സിലാവും. പുറകിൽ നിന്ന് കുണച്ചത് ടെലിവിഷനിൽ വന്നറിയാ, എന്നിട്ട് ഇവർ അടുത്ത് ഇടപെടുക. എങ്ങനെയാണ് പറ്റണത്? ശരിയാ, അതൊന്നും കുഴപ്പമില്ലെന്ന്. അപ്പൊ ശരി, വന്ദേ മാതരം.